അമേരിക്കയിലെ ഡാലസിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. ശ്രീകാന്താണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിവരങ്ങൾ. പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സഭാ ആസ്ഥാനം കൂടിയായ തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്നും ഇവിടേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചത്. അത് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 12 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നും വിലാപയാത്ര തുടങ്ങും. അത് 4 മണിക്ക് നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ രണ്ടാം ശുശ്രൂഷ ഇന്ന് നടക്കും. 5:45 തിരുവല്ല പൗരാവലിയുടെ അനുശോചനവും ഇന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 7:30 സഭാ ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കുകയും ചെയ്യും. നാളെയും സമാനമായ രീതിയിൽ സഭയുടെ തന്നെ വിവിധ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷന്റെ ഭൗതിക ശരീരം ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് നാളെ വയ്ക്കും. അത് പത്തനംതിട്ടയിലാണ് ഉണ്ടാവുക. നാളത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് അതാണ്. 21-ാം തീയതി, അതായത് മറ്റന്നാൾ നിലവിൽ നിശ്ചയിച്ചത് അനുസരിച്ച് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് 9 മണിക്ക് 7-ാം ശുശ്രൂഷ, 10 മണിക്ക് പള്ളിയിലേക്കുള്ള വിലാപയാത്ര, 11 മണിക്ക് കബറടക്കം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. 12 മണിക്ക് കൃത്യം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടും. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ്.